ആയുസ്സും ആരോഗ്യവും ഉറപ്പാക്കൂ. കുറഞ്ഞ നിരക്കിൽ ഹെൽത്ത് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. കൃത്യത, വേഗത, മിതമായ നിരക്ക്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. മെഡോറ ക്ലിനിക്കൽ ലബോറട്ടറി, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. മഴക്കാല രോഗങ്ങൾക്കും പകർച്ചവ്യാധി ഭീഷണികൾക്കും ഇടയിൽ വണ്ടൂരിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഭീഷണിയാവുന്നതായി പരാതി. നിലമ്പൂർ റോഡിലെ MCF കേന്ദ്രത്തിലാണ് അജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. ഇത് കാരണം പ്രദേശം ദുർഗന്ധമയമായതായി LDF പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്ഥലമില്ലാത്തതും വേണ്ട രീതിയിൽ സംസ്കരണത്തിനായി കൊണ്ടുപോകാത്തതുമാണ് ദുരിതമാവുന്നത്. മഴയേൽക്കാതെ ശേഖരിച്ചു വെക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് നിലവിലെ ദുരിതങ്ങൾക്ക് കാരണം. മഴയിൽ കുതിർന്നു കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാണ്. ജനവാസ കേന്ദ്രത്തിലെ ഈ അവസ്ഥ ഏറെ പ്രയാസമുണ്ടാക്കുന്നതായും LDF പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ അശാസ്ത്രീയവും അശ്രദ്ധയോടുകൂടിയും ആണ് ഈ MCF കേന്ദ്രം ഇങ്ങനെ കിടക്കുന്നത്. അപ്പം മഴ പെയ്താൽ ഇതിലേക്ക് മഴവെള്ളം വന്ന് ജീർണാവസ്ഥയിലും പരിസരമാകെ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് ചുറ്റുപാടുകളിൽ നിറയെ വീടുകളുണ്ട്. ജനവാസ കേന്ദ്രത്തിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇത് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തറവാട് നിൽക്കുന്ന സ്ഥലത്താണ്, അവരുടെ സ്ഥലത്താണ് ഈ സ്ഥലം വാടക കൊടുത്തത്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വാടകയ്ക്കൊരു സ്ഥലം കൊടുക്കുമ്പോൾ ഈ കൊണ്ടുവരുന്ന ഈ അജൈവ മാലിന്യങ്ങൾ മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇടാനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭീമമായ സംഖ്യ ഇതിന് വാടക വാങ്ങുന്നവർക്കുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ഇതിലേറ്റവും ദയനീയമായ അവസ്ഥ, ഇവിടെ ജോലി ചെയ്യുന്ന ഒട്ടനവധി തൊഴിലാളികളുണ്ട്. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ശിഖല്ല, എലിപ്പനി, ഡെങ്കിപ്പനി ഒക്കെ വ്യാപകമായി പകരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഭരണസമിതി അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.